Feast day once again, a happy feast day, amen, amen. Through the sunshine, through the day, God has brought you on your way. A happy, happy feast day, happy feast day, happy, happy feast day. This day is such a joyful treat. This day is such a joyful. ജൂലൈ 3 നമ്മളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന ദിനം നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ മതബോധന വിദ്യാലയത്തിൻ്റെ കുട്ടികളിലേക്ക് ഒരു സമയം അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സും ഒക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം അതിന് മുന്നുള്ള ഞായറാഴ്ച ഈ ഒരു ദിവസമായിട്ട് ആചരിക്കാനായിട്ടുള്ളത്. ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത ജൂലൈ 3 ഫീസ്റ്റ് ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. തോമാശ്ലീഹായുടെ അചഞ്ചലമായിട്ടുള്ള അല്ലെങ്കിൽ ധീരമായിട്ടുള്ള ഒരു തീരുമാനം പോലെ തന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അച്ഛൻ ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി അതെല്ലാം നമ്മൾ നോക്കിക്കണ്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്, നയിക്കുന്ന ഒരാൾ. പക്ഷെ ആ തീരുമാനം അത്
വിശ്വാസത്തിന്റെ പിതാവും ബാലന്റെ പുഷ്പലുമായ വിശുദ്ധ തോമസ് ശ്ലീഹായെ ജീവിത വഴികളിലൂടെ വിശ്വസിച്ചു. ഇല്ല പത്രോസേ, ഞാനത് വിശ്വസിക്കില്ല. ആരെങ്കിലും നിന്നെ കബളിപ്പിച്ചതാവും. അല്ല പത്രോസേ, അത് ശരിക്കും നമ്മുടെ ഗുരു തന്നെയാണ്. പ്രവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവൻ ഒഴിഞ്ഞു. എനിക്ക് കേൾവിയാൽ വിശ്വസിക്കാനാവില്ല. അത് നമ്മുടെ ഗുരുവാണെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വരട്ടെ. അവൻ്റെ മുന്നിൽ ഞാൻ കാണുകയും അവയെ എൻ്റെ വിലയിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. സമാധാനം നിങ്ങളോട് നിനക്ക് സമാധാനം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എഴുന്നേൽക്കുക. എൻ്റെ മുറിവുകൾ നീങ്ങാൻ നിന്റെ വേരുകൊണ്ട് എൻ്റെ മുറിവിൽ സ്പർശിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കേരളത്തിലെ കൊടുങ്ങല്ലൂർ സ്ഥലത്താണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സംശയം ചോദിക്കില്ലേ? നിങ്ങൾ എങ്ങനെയാണ് വെള്ളം മുകളിലേക്ക് എറിയുന്നത്? ഞങ്ങൾ ഈ ജലം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന അവിടെ സ്വീകരിച്ചെങ്കിൽ താഴേക്ക് വരാൻ പാടില്ലല്ലോ. ജലം മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരുമെന്ന് അറിയില്ലേ? താങ്കളുടെ ദൈവം മുകളിലേക്ക് ജലം തടഞ്ഞു നിർത്തുമോ? സർവശക്തനായ ദൈവപുത്രനായ യേശുവേ, ഈ ജലം അങ്ങ് സ്വീകരിക്കണം. താങ്കളുടെ ദൈവം ശക്തൻ തന്നെ. ഞങ്ങളെയും ആ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുമോ? ഞാൻ സ്നാനത്തിൽ തോമസ് വിശദീകരിച്ചു. അവസാന നാളുകളിൽ മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചത്. വചന പ്രഘോഷണം ആയി അദ്ദേഹം ജീവിച്ചു. വിശ്വാസത്തിന്റെ പ്രതി നിങ്ങളുടെ വിശ്വാസവും പഠനവും ഞങ്ങൾക്കില്ല. അത് ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് രാജാവിന്റെ വിശ്വസമായി ജീവിക്കും. ഇല്ലെങ്കിൽ നിന്നെ ഒരു ഈ നശ്വര ലോകത്തിലെ ഒന്നിനു വേണ്ടി ഞാൻ തൊട്ടതിന് എന്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കില്ല. രക്തസാക്ഷികളുടെ ചുരുങ്ങനമേതാളുടെയും സ്വഭാവം പഠിച്ചുകൊള്ളുന്നു. ഓരോ രക്തസാക്ഷിയുടെയും സ്വർഗത്തിലെ ജനനമാണ്. സ്വർഗം സന്തോഷിക്കുകയാണ്. നമുക്കും ആ സന്തോഷത്തിലേക്ക് പങ്കുചേരാം. സ്വർഗം താടിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി.
സ്നേഹമുള്ള കുട്ടികളെ, അച്ഛന് വലിയ സന്തോഷമായി കേട്ടോ. അച്ഛൻ്റെ തിരുനാൾ ദിനത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് അച്ഛനെ വിഷ് ചെയ്തതിന് അച്ഛനുള്ള നന്ദി അധ്യാപകരോടും അതുപോലെ എല്ലാ കുട്ടികളോടും അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു സ്വർഗീയ മധ്യസ്ഥനുണ്ട് കേട്ടോ. മാമോദീസ പേര് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വർഗീയ മധ്യസ്ഥനുണ്ട്. തോമാശ്ലീഹായാണ് എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ. നിങ്ങൾക്കുള്ള സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാള് നിങ്ങൾ വീട്ടില് അല്ലെങ്കിൽ സ്കൂളില് ആഘോഷിക്കണം. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനുണ്ട്. ആ വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കാൻ, നല്ല ആരോഗ്യത്തോടു കൂടി ആയിരിക്കാൻ, നിങ്ങളുടെ മാതാപിതാക്കളോടൊത്ത് സ്നേഹത്തിൽ നിലനിൽക്കാൻ ഒക്കെ സ്വർഗത്തിലിരിക്കുന്ന മധ്യസ്ഥൻ നിങ്ങളെ സഹായിക്കും. മധ്യസ്ഥൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. നന്നായി പഠിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, ചൊല്ലുന്നു. നന്ദി. Comes a feast day once again, a happy feast day, amen, amen. Through the sunshine, through the day, God has brought you on your way. A happy feast day, we wish you true. Here's a happy wish for you. A happy, happy feast day. Happy feast day. Happy, happy feast day. This day is such a joyful treat. This day is such a joyful treat. A happy, happy feast day. Happy, happy feast day. Let's celebrate with all we need. Let's celebrate with all we need. One, two, three, four. Comes a feast day once again, a happy feast day, amen, amen. Through the sunshine, through the day, God has brought you on your way. A happy feast day, we wish you true. Here's a happy wish for you. Too many moments, precious, rare, we want you to know we are there. A happy, happy feast day. A happy, happy feast day. This day is such a joyful treat. This day is such a joyful treat. A happy, happy feast day. A happy, happy feast day. Let's celebrate with all we need. Let's celebrate with all we need. Let's celebrate with all we need. A happy, happy feast day. Happy feast day. Happy, happy feast day. This day is such a joyful treat. This day is such a joyful treat. A happy, happy feast day. Happy, happy feast day. Let's celebrate with all we need. Let's celebrate with all we need. അലയാഴികൾ കണ്ടു മാർത്തോമാ നിന്നെ, വിശ്വാസം വഴിയും ജ്വാലയായി നീ സുവിശേഷം പാരെങ്ങും വിളയിക്കാൻ നീ മാമല നാട്ടിലെത്തി. ഈശോ തൻ സ്നേഹത്തെ നെഞ്ചോടു ചേർത്തന്ന ജീവിതം പൂർണ്ണമാക്കി. ധീരതയോടെ തിരുവചനം നീ ഭാരതമാകെ അറിയിച്ചു. പരസ്നേഹത്തിൻ പുതുവഴികൾ മാർത്തോമാ
ആശ്രയമരുളി ഞങ്ങൾക്കായി നീ താരാ